ആറ്റുനോറ്റ് ആഗ്രഹിച്ചിരുന്ന കാര്യം കയ്യിൽ നിന്ന് വഴുതി പോവുക എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാവും നമ്മളിൽ പലരും, അല്ലേ? നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് അത്ര പെട്ടെന്നൊന്നും ഈ പ്രപഞ്ചം എത്തിച്ചു തരില്ല എന്നതാണ് വാസ്തവം. ഒരുപാട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് കിട്ടാതെ വരുമ്പോൾ പരാതികളും പരിഭവവും പറഞ്ഞ് പിന്നീട് കാലങ്ങൾക്കിപ്പുറം മറവിയാകുന്ന പേമാരിയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് കാലയവനികക്കുള്ളിൽ മറയുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായി നമ്മളുടെ കൈകളിലേക്ക് ഈ ആഗ്രഹം എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും അനുഭൂതിയുമുണ്ടല്ലോ, അത് എന്താണെന്ന് നമുക്കറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചിന്തിച്ച മാത്രയിൽ ഒന്നും നടക്കാതെ വരുന്നത്. നിങ്ങളിലെ നടക്കാതെ പോയ ആഗ്രഹങ്ങളെ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ എന്നിങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്നുകിൽ അത് എഴുതി വെക്കുകയോ ദിവസവും എഴുന്നേറ്റ ഉടനെ ആദ്യ ചിന്തയായി അത് ശക്തമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും അത് ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങളുടെ ഈ ആഗ്രഹം പ്രപഞ്ചം സാധിപ്പിച്ചു തരുമെന്ന് ശക്തമായി വിശ്വസിക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല. നിങ്ങളുടെ ചിന്തകളും അതിൻ്റെ കൂടെയുള്ള പ്രവൃത്തികളും കൂടെ ചേരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ അതിലേക്ക് എത്തിച്ചേരുവാനുള്ള അനുകൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരുക്കുന്നു. സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് എത്തിച്ചേരുക. അതിനാൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ തട്ടിമാറ്റാതെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഉദാഹരണമായിട്ട് ഒരാൾ ഏറെക്കാലം ടീച്ചിങ് എന്ന പ്രൊഫഷൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ശ്രമിച്ച് ശ്രമങ്ങളൊക്കെയും പാഴായിപ്പോയി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ജീവിക്കാനുള്ള നെട്ടോട്ടം എന്നോണം മറ്റെന്തെങ്കിലും ചെറിയ ജോലികളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒരിക്കൽ മറ്റൊരാൾ അയാളുടെ കുഞ്ഞിനെ ഒരു ഒഴിവ് സമയത്ത് പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു. അയാൾ സമ്മതം മൂളി. ആ കുട്ടിയെ വളരെ നന്നായി പഠിപ്പിക്കുന്നു. ആ കുട്ടിയിലുണ്ടായ മാറ്റം മൂലം ഒരുപാട് കുട്ടികൾ പഠനാവശ്യത്തിനായി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം അവിടെ സാക്ഷാത്കരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. ഈ കുട്ടിയെ ഏൽപ്പിച്ച സമയത്ത് അദ്ദേഹം വളരെയേറെ തിരക്കായിരുന്നെങ്കിൽ ആ റിസ്ക് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ലായിരുന്നു. തന്മൂലം ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയുമില്ലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു പോകും. അത് കൃത്യമായി ചിലർ ഉപയോഗിക്കും, മറ്റു ചിലർക്ക് അത് അറിയാതെ പോകും. നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി പല വഴികളും ശ്രമിച്ചു നോക്കണം. അതിലേതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് തുറക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം ദൃഢമായിരിക്കുക. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നെങ്കിലും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുക. തടസ്സങ്ങൾ ഭയക്കേണ്ടതില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ 100% ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി ശ്രമിച്ചിട്ടുണ്ട്, അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഏതൊരാവശ്യവും നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഈ പ്രപഞ്ചം തുറന്നു തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ ഉള്ളിലിരുന്ന് ഏതോ ഒരു അജ്ഞാത ശക്തി നിങ്ങളെ നയിക്കുന്നതായിട്ട്? അതെ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കും. കരകാണാ കടലിലെ പായ്വഞ്ചി പോലെയാണ് നിങ്ങളുടെ മനസ്സ്. കാറ്റിൻ്റെ ദിശയനുസരിച്ച് അത് എങ്ങോട്ടെങ്കിലും ഓടിക്കൊണ്ടിരിക്കും. ദിശ മാറാതെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടത് ക്യാപ്റ്റനായ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതെ, നിങ്ങളുടെ മനസ്സെന്ന ഭീമാകാരനായ ആ ഒരു കപ്പലിനെ മറ്റാർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ അധീനതയിലായിരിക്കും. മനസ്സിൻ്റെ ഇച്ഛാശക്തിയെ കീഴ്പ്പെടുത്തിയവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യർ. എല്ലാ സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് സന്യാസത്തിനൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ലേ? ദേഹത്തിൻ്റെ സർവ്വ ഇച്ഛകളും ത്യജിച്ചിട്ടാണ് അവരുടെ യാത്ര. നിങ്ങളുടെ ഓരോരുത്തരുടെയും സർവ്വ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ നിങ്ങളെ കൊണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.